ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബും റിപ്പോർട്ടർ ടിവിയും സംയുക്തമായി നടത്തുന്ന ഇന്ത്യ ഇലക്ഷൻ 2019 ബിഗ് ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹ്യൂസ്റ്റൺ ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബിൻ്റെ ഹ്യൂസ്റ്റൺ ചാപ്റ്ററാണ് ഈ ചർച്ച നടത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ അമേരിക്കയിലുള്ള ഹ്യൂസ്റ്റണിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഹ്യൂസ്റ്റണിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവമായ നിരവധി മലയാളികൾ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഹ്യൂസ്റ്റണിലെ രാഷ്ട്രീയ പാർട്ടികളുടെ, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അമേരിക്കയിലെ പ്രതിനിധികളായി നമ്മളോടൊപ്പം LDFിൻ്റെയും UDFിൻ്റെയും BJPയുടെയും ഭാഗത്ത് നിന്ന് 3 നേതാക്കൾ അല്ലെങ്കിൽ 3 വക്താക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ ആദ്യം പരിചയപ്പെടാം. UDFിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളോടൊപ്പം ഇവിടെ ചർച്ച ചെയ്യാനായി എത്തിയിരിക്കുന്നത് IOC ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ജീമോൻ റാന്നിയാണ്. സ്വാഗതം ശ്രീ ജീമോൻ റാന്നി ഈ ചർച്ചയിലേക്ക്. LDFിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് കേരളത്തിൽ സജീവമായിരുന്ന LDFിൻ്റെ പ്രതിനിധിയായ വക്താവായ അക്കു സി കോശിയാണ്. സ്വാഗതം അക്കു സി കോശി ചർച്ചയിലേക്ക്. BJPയുടെ ഭാഗത്ത് നിന്ന്, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അവരുടെ വക്താവായി നമ്മളോടൊപ്പം ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഹരി ശിവരാമനാണ്. കേരള ഹിന്ദു സൊസൈറ്റി ഓഫ് നോർത്ത് അമേരിക്കയുടെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. സ്വാഗതം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹ്യൂസ്റ്റണിലെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ പ്രമുഖരായിട്ടുള്ള നിരവധി പേർ നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാനായി, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി എത്തിയവരോട് അവരുടെ ചോദ്യങ്ങൾ ചോദിക്കാനായി എത്തിയിട്ടുണ്ട്. അവർക്കും എല്ലാവർക്കും സ്വാഗതം. ആദ്യം വികസനം, രാഷ്ട്രീയം, പ്രവാസികാര്യം, ഈ 3 വിഷയങ്ങളിലാണ്, വികസനം, പ്രവാസികാര്യം, രാഷ്ട്രീയം, ആ ഓർഡറിൽ നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ്, ഈ ചർച്ച അവിടേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ്, അതത് രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വിജയികളാകണം, എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവർക്ക് വോട്ട് ചെയ്യണം എന്നത് സംബന്ധിച്ച് അവരുടെ അഭിപ്രായം നമ്മളോട് പറയുകയായിരിക്കും. ആദ്യം ശ്രീ ജീമോൻ റാന്നി, എന്തുകൊണ്ട് UDF ജയിക്കണമെന്നാണ് താങ്കൾ കരുതുന്നത്? വലിയൊരു മാൻഡേറ്റോടു കൂടിയാണ് BJPയെ 2014 തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. കോൺഗ്രസിനെതിരെയുള്ള ഒരു മാൻഡേറ്റ് ആയിരുന്നു അത്. കോൺഗ്രസിൻ്റെ ലോക്സഭയിലെ അംഗത്വം തന്നെ അതിനൊരു തെളിവാണ്. അതിനുശേഷം ഈ 5 വർഷത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളെ സമീപിക്കുമ്പോൾ കോൺഗ്രസ്സിന് എന്താണ് അവകാശപ്പെടാനുള്ളത്? എന്തുകൊണ്ട് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ UDFന്, കേരളത്തിൽ UDFന് ഈ ഇലക്ഷനിൽ ജനങ്ങൾ വോട്ട് ചെയ്യണം? 1947 ശേഷം ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലും രാഷ്ട്രീയ മേഖലയിലും ഇന്ത്യ രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ദുരന്തമായിരുന്നു 2014 അധികാരത്തിലേറിയ BJP ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇല്ലാത്ത മോഹന വാഗ്ദാനം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ സ്വിസ് ബാങ്കിലുള്ള 15 ലക്ഷം രൂപ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഭവനങ്ങളിലും എത്തിക്കുമെന്ന് പറഞ്ഞിട്ട് പാവപ്പെട്ട കർഷകൻ്റെയും പാവപ്പെട്ട ആളുകളുടെയും മുമ്പിൽ, ഒന്നുമില്ലാത്തവൻ്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലും നിങ്ങളുടെയൊക്കെ ക്ഷേമകാര്യങ്ങൾ അന്വേഷിക്കുന്നതിനുമായിട്ട് നിങ്ങളുടെ ബാങ്കുകളുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതം എത്തിച്ചേരുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞു, 1 വർഷം 2 കോടി തൊഴിൽ നൽകുമെന്ന് പറഞ്ഞു. 5 വർഷം കൊണ്ട് 10 കോടി തൊഴിൽ എന്ന് പറഞ്ഞ ഈ BJP ഗവൺമെൻറ് അധികാരത്തിൽ കയറി. 5 വർഷക്കാലത്തെ ചരിത്രം ഗ്രാഫ് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പോക്കുകളൊക്കെയും വളരെ താഴോട്ടാണ്. ഒരു സുപ്രഭാതത്തിൽ 2016 നവംബർ മാസം 8-ാം തീയതി വൈകുന്നേരം 8 മണിക്ക് ഫൈനാൻസ് മിനിസ്റ്ററോട് പോലും ആലോചിക്കാതെ, റിസർവ് ബാങ്ക് അധികാരികളോട് ആലോചിക്കാതെ, മോദി എന്ന് പറയുന്ന ഏകാധിപതിയായ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന 1000 രൂപയും 500 രൂപയും ഈ 8 മണിക്ക് 12 മണിക്ക് ശേഷം കടലാസ് മാത്രമാണ്. 15 ലക്ഷത്തോളം രാജ്യത്തെ 86% വരുന്ന നോട്ടുകളാണ് ക്രയവിക്രയങ്ങളിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു സുപ്രഭാതം അല്ലെങ്കിൽ ഒരു സായം സന്ധ്യയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് പറയുന്നു, നാളെ മുതൽ ഈ പണം കടലാസ് മാത്രമാണ്. എത്രയോ മാസങ്ങൾ, എത്രയോ ദിവസങ്ങൾ BJPയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, 50 ദിവസം എനിക്കിതാ. എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? 140 പേരോളം മരിച്ച കാഴ്ച നമ്മൾ കണ്ടു. ക്യൂ നിൽക്കുകയാണ്.
നമ്മുടെ സ്വന്തം പൈസ എടുക്കാനായിട്ട് ബാങ്കിൻ്റെ മുമ്പിൽ ATM കൗണ്ടറിന് പോയി നിൽക്കുക. കൗണ്ടറിൽ ഇവിടെ പൈസ ഇരിക്കുന്നത്. ബുദ്ധിഹീനമായ വിഡ്ഢിത്തരമായ ഒരു തീരുമാനമെടുത്ത പ്രധാനമന്ത്രി ഏകാധിപതിയുടെ ഒരു ലാക്കോടുകൂടിയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു BJP ഗവൺമെൻറ് ഈ രാജ്യത്ത് വരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ മതസൗഹാർദ്ദത്തെ തകർത്ത് കളഞ്ഞു. ഭരണഘടനയിൽ പോലും മാറ്റങ്ങൾ വരുത്തുവാൻ അവർ ആലോചിക്കുകയാണ്. മതേതരത്വം എന്താണ്? 47 ശേഷം ഇന്ത്യയിൽ മതേതരത്വം നിലനിൽക്കുമെങ്കിൽ ഒരു മത തീവ്രവാദത്തിൻ്റെ ഭാഗമായി മാറുകൊണ്ട് ഒരു മതം മാത്രം ഇവിടെ നിന്നാൽ മതി, ബാക്കി മൈനോറിറ്റി മുഴുവൻ പാകിസ്ഥാനിലും മറ്റും പോകണമെന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയും ആ പാർട്ടിയും ഈ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ട ആവശ്യമാണെന്ന് വളരെ ശക്തമായി പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നല്ല മുന്നണി ഇവിടെ അധികാരത്തിൽ വരണം. പ്രകടന പത്രികയും മറ്റും കാര്യങ്ങളും നമുക്ക് പ്രകാരം ഡിസ്കസ് ചെയ്യാം. ആ ഒരു BJP ഭരണം ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പദ്ധതിയാണ് ഞങ്ങൾ ഭാവന ചെയ്യുന്നത്. അതുകൊണ്ട് 543 സീറ്റുകളിൽ ഭൂരിഭാഗവും പിടിച്ചടക്കുമെന്നുള്ള ഒരു വലിയ ശുഭാപ്തി വിശ്വാസത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു. അതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ഇനി LDFന് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. എന്താണ് ശ്രീ അക്കൂസി കോശി? കേരളത്തിൽ LDFന് ഒരു മുൻതൂക്കവും കൽപ്പിക്കുന്നില്ല ഇതുവരെ പുറത്തു വന്ന അഭിപ്രായ സർവേകൾ. ദേശീയ തലത്തിൽ CPIM-നടക്കം ദേശീയ പദവി പാർട്ടിക്ക് നഷ്ടമാകുമോ എന്നുള്ള ഒരു ആശങ്ക വരെ ഉണ്ടായിരിക്കുന്നു, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വരുന്നതോടെ. എന്ത് മുന്നിൽ വെച്ചാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് LDF ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നത്? അത് ജനങ്ങൾക്ക് കൺവിൻസിംഗ് ആവുമെന്ന് തോന്നുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളെ ഇന്ത്യ ആര് ഭരിക്കും എന്നുള്ളതല്ല. നാളെ ഇന്ത്യ നിലനിൽക്കുമോ? ഒരു മതനിരപേക്ഷ രാജ്യമായി, ഒരു ജനാധിപത്യ രാജ്യമായി, ഒരു ഭരണഘടനയിൽ ഊന്നിയ രാജ്യമായി ഇന്ത്യ നാളെ നിലനിൽക്കുമോ? അതാണ് നമ്മുടെ മുന്നിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. ഭരിക്കുന്നത് ആയിക്കൊള്ളട്ടെ, പക്ഷേ ഇന്ത്യയിൽ തന്നെ നിലനിൽക്കുമോ? അതാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. നമുക്ക് കഴിഞ്ഞ 5 വർഷത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഭരണഘടനാ മൂല്യങ്ങളും ജനാധിപത്യ മൂല്യങ്ങളും മാനുഷിക മൂല്യങ്ങളും എല്ലാം ചവിട്ടിയരയ്ക്കപ്പെട്ട 5 വർഷങ്ങളാണ് കടന്നുപോയത്. എവിടെയായിരുന്നു ഈ സമയം നമ്മുടെ പ്രധാന പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ്? അവർ മൗനം പാലിക്കുകയായിരുന്നു എല്ലാ വിഷയങ്ങളിലും. എന്തെങ്കിലും സമരപരിപാടികളോ എന്തെങ്കിലും അതിനോട് എതിർപ്പുകളോ എന്തെങ്കിലും അവർക്ക് മുന്നോട്ട് വെക്കാൻ സാധിച്ചിരുന്നോ? നമ്മളത് പരിശോധിക്കേണ്ടതല്ലേ? മോഡി സർക്കാരിൻ്റെ ആദ്യത്തെ 3 വർഷത്തെ കണക്കുകൾ പ്രകാരം 36,000 കർഷക ആത്മഹത്യകളാണ് നടന്നത്. ഈ അവസാനത്തെ 2 വർഷത്തെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ എവിടെയായിരുന്നു കോൺഗ്രസ്? കർഷകരെ ഒരുമിപ്പിച്ചൊരു ജാഥയെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഇന്ത്യ മൊത്തം പടർന്ന് പലതിരിച്ചു കിടക്കുന്നു എന്നാണ് ഇവരിപ്പോഴും അവകാശപ്പെടുന്നത്. പക്ഷേ എവിടെയാണ് കോൺഗ്രസ്? അതുപോലെ തന്നെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടു, സ്വതന്ത്ര ചിന്താഗതിയുള്ളവർ ആക്രമിക്കപ്പെട്ടു. എതിർശബ്ദം ഉയർത്തുന്നവർ ഉണ്ടെങ്കിൽ അവരെ ഉടനെ രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെടുകയും പാകിസ്ഥാനിലേക്ക് പോകുമെന്നാണ് ഒരു ഭീകരകക്ഷിയെ പോലെയാണ് BJP NDA സഖ്യം പെരുമാറിയിരുന്നത്. അപ്പോൾ BJPക്ക് വോട്ട് കൊടുക്കണോ കോൺഗ്രസിന് വോട്ട് കൊടുക്കണോ, അതോ ഇവർ രണ്ടുമല്ലാത്തൊരു മതനിരപേക്ഷ കക്ഷിക്ക് വോട്ട് കൊടുക്കണോ? ഇതായിരിക്കണം നമ്മൾ ഈ തിരഞ്ഞെടുപ്പിൽ നമ്മുടെ മുന്നിലേക്ക് വരേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. ഒരു പ്രധാന മതനിരപേക്ഷ കക്ഷി മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ ഇടതുപക്ഷം അതിൻ്റെ കൂടിയേ തീരൂ. അതുകൊണ്ട് ഏറ്റവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നൊരു കക്ഷി ഇടതുപക്ഷം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. വളരെ നന്ദി അക്കു. ഇനി അടുത്തത് ശ്രീ ഹരി ശിവരാമനിലേക്ക്. NDA ആണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി. വീണ്ടും ഒരു മാൻഡേറ്റ് തേടുമ്പോൾ ഒരു വേവ് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് ദേശീയ രംഗത്തെ മാധ്യമ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. എന്ത് പറഞ്ഞുകൊണ്ടാണ് BJP, എന്ത് വികസനം പറഞ്ഞുകൊണ്ടാണ് BJP ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? 2019 ഇലക്ഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് അതിനു മുമ്പ് നടന്ന 10 വർഷം 2004 മുതൽ 2014 വരെ ഭരിച്ച UPA നമുക്ക് ഭാരതത്തിന് തന്നിട്ട് പോയത് എന്താണ്? അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള 2G, കോയൽ, കോമൺവെൽത്ത്, ആദർശ്, ഇങ്ങനെയുള്ള മൾട്ടി ക്രോർ അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള ഒരു രാജ്യം, ലോകരാജ്യങ്ങളുടെ ഇടയിൽ തലയുയർത്തിപ്പിടിക്കാൻ പറ്റാതെ നടക്കുന്ന ഫ്രാഗൈൽ 5 എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമ്മുടെ ഭാരതത്തെ പെടുത്തുന്നു. ഘടകകക്ഷികളുടെ വൻ അഴിമതിക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു നാഥനില്ലാ കളരിയായ രാജ്യം, ഒരു കുടുംബത്തിൻ്റെ അണ്ടറിൽ പ്രധാനമന്ത്രിക്ക് അവകാശങ്ങളില്ലാതെ അധികാരങ്ങളില്ലാതെ NSCയുടെ ചെയർമാനായ സോണിയാഗാന്ധി പറയുന്നതനുസരിച്ച് രാജ്യം ഭരിക്കേണ്ടി വരുന്ന ഒരു പ്രധാനമന്ത്രി. നമ്മളെല്ലാം TV കണ്ടതാണ്. ക്യാബിനറ്റ് പാസ്സാക്കിയ ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു കാര്യം രാഹുൽ ഗാന്ധി ഈസിയായിട്ട് വന്ന് പത്രസമ്മേളനത്തിൽ കീറിക്കളയുന്ന, അങ്ങനെ പ്രധാനമന്ത്രിയെ ഊശിയാക്കുന്ന ഒരു ഫാമിലിയുടെ പ്രവർത്തനം.
അങ്ങനെ ഏറ്റവും അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ളതും സ്വജനപക്ഷപാതവും നിറഞ്ഞ് ലോകങ്ങളുടെ മുമ്പിൽ നാണക്കേട് നിന്ന ഒരു ഇന്ത്യയാണ് 2014 ജനങ്ങൾ മടുത്ത് പൂർണ്ണ സമ്മതിയോടുകൂടി 1/3 ഭൂരിപക്ഷത്തോടുകൂടി മോദിയെ അധികാരത്തിലെത്തുന്നത്. അന്ന് അദ്ദേഹം പറഞ്ഞ എല്ലാ മുഴുവൻ പാലിച്ചില്ലയിൽ പോലും അന്നുണ്ടായിരുന്ന എത്രയോ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെട്ടു. 5 വർഷത്തെ മോദി ഭരണത്തിന് ശേഷം ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയുണ്ടായി. ഗൾഫ് രാജ്യങ്ങളിലാകട്ടെ, ഏഷ്യൻ കൺട്രീസിലാകട്ടെ, മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലാകട്ടെ, ഈവൻ അമേരിക്കയിലാകട്ടെ. നമുക്കൊരു 5 വർഷം കൂടെ വേണം രാജ്യത്തെ മാറ്റാൻ, അതിൻ്റെ അടിസ്ഥാനപരമായ ശിലകൾ മാറാൻ, വികസനം വരുത്താൻ. അതിനു വേണ്ടിയിട്ടാണ് മോദി ഈ പ്രാവശ്യം വോട്ട് ചോദിക്കുന്നത്. വളരെ നന്ദി 3 പേർക്കും. ശ്രീ ഹരി ശിവരാമനും ഈ കാര്യങ്ങൾ ഇത്ര വിശദമായി സംസാരിച്ചതിന്. നമ്മൾ ചർച്ചയുടെ ആദ്യ ഘട്ടത്തിലേക്ക് പോവുകയാണ്. വികസനം അത് നമുക്ക് BJPയിൽ നിന്ന് തന്നെ തുടരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് തന്നെ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ BJPക്ക് എന്താണ് അവകാശപ്പെടാനുള്ളത്? ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ പെട്രോൾ വില കൂടിയിട്ടുണ്ട്, സാധനങ്ങളുടെ വില കൂടിയിട്ടുണ്ട്, തൊഴിലില്ലായ്മ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. പെട്രോൾ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നരേന്ദ്രമോദി ആവട്ടെ, സുഷമ സ്വരാജ് ആവട്ടെ, അവരുടെ ട്വിറ്റർ ഫീഡുകളിലൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതാ പെട്രോൾ വില ഇത്രയും ആയിരിക്കുന്നു, ഇതാ ഡോളറിന് എതിരായി രൂപയുടെ മൂല്യം ഇത്രയും ആയിരിക്കുന്നു, ഇനി എവിടേക്കാണ് ഇത് താഴേക്ക് പോകാനുള്ളത്? എന്നിട്ട് ഇപ്പോൾ എന്തായി? ഡോളറിനെതിരായ രൂപയുടെ മൂല്യം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇത്തരം അടിസ്ഥാന ചോദ്യങ്ങൾക്ക്, കർഷകരുടെ ക്ഷേമത്തിന് ഇതുവരെ എന്ത് ചെയ്തു? ആ 15 ലക്ഷം രൂപയുടെ കാര്യം എന്തായി? പറഞ്ഞ മാനിഫെസ്റ്റോയിലെ കാര്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? ഈ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് ഒന്നൊന്നായി BJPക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളത്? വളരെ ചുരുക്കത്തിൽ. ഹിന്ദി അറിയാവുന്ന കുറേ പേര് നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും. വർഷങ്ങളായിട്ട് കേരളത്തിലെ ഇടതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷത്തോട് അനുപാതമുള്ള മാധ്യമങ്ങളും SFIയിൽ കൂടെയും DYFIയിൽ കൂടെയും പഠിച്ച് കയറി വന്ന കേരളത്തിലെ ജേർണലിസ്റ്റുകളും ഹിന്ദി അറിയാമായിട്ടും മോദി അന്ന് ഇലക്ഷൻ റാലിയിൽ പറഞ്ഞ ഒരു വാക്കിനെ വച്ചുകൊണ്ട് സ്വിസ് ബാങ്കിൽ ഇവിടെ അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാരിട്ടിട്ടുള്ള മണി ഇവിടെ കൊണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ഓരോ ആൾക്കാർക്കും 15 ലക്ഷം തരും എന്ന് പറഞ്ഞതിനെ വളച്ചൊടിച്ച് 15 ലക്ഷം കൊടുക്കാമെന്ന് മനഃപൂർവ്വം ജനങ്ങളുടെ ഇടയിലൊരു അവിശ്വാസത ഒരു ക്ലാരിറ്റി വരുത്താം. 15 ലക്ഷം രൂപ ജനങ്ങളിലേക്ക് തത്വത്തിൽ കൊടുക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. സ്വിസ് ബാങ്കിൽ നിന്ന് എത്തും എന്ന് പറഞ്ഞ ആ പണത്തിൽ എത്ര എത്തി എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതങ്ങനെ പറയണം. അതിന് പകരം 15 ലക്ഷം കൊടുക്കാമെന്ന് പറയുന്നത് ഒരു മിസ്സ്റ്റേറ്റ്മെൻറ്റാണ്. അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയല്ല പറഞ്ഞത് അദ്ദേഹം. സ്വിസ് ബാങ്കിൽ പൈസ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അതിനുള്ള നടപടികൾ നടക്കുന്നുണ്ട്. ഈ പ്രാവശ്യം തന്നെ രാജ്യം വിട്ടുപോയിട്ടുള്ള എത്രയോ ആൾക്കാരുടെ NPA ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് 2014 കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് കൊടുത്ത NPA നോൺ പെർഫോമിംഗ് അസറ്റ്സിൻ്റെ എത്രയോ പിടിച്ചെടുത്തിരിക്കുന്നു. ഇപ്പം നിരവ് മോദി ആണെങ്കിലും അതുപോലെ മല്ലയാണെങ്കിലും പോയവരുടെയൊക്കെ പൈസ നമ്മൾ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് NPA ആക്ട് അനുസരിച്ചിട്ട്. ഇനി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2014 2019 തമ്മിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് പറയാം. വൈദ്യുതി ഇല്ലാത്ത ഗ്രാമങ്ങൾ 18,458 ഗ്രാമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 2019 5 വർഷത്തിനകം ഒരു ഗ്രാമം പോലും വൈദ്യുതി ഇല്ലാത്തതായിട്ടില്ല. എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കുന്നു. അനുപമമാം പറഞ്ഞ ആ ക്വസ്റ്റ്യനോട് അനുബന്ധമായിട്ട് പറയുകയാണ്. തൊഴിലില്ലായ്മ എന്ന് പറയുന്ന കാര്യം ഇനി വരുന്ന വിശകലനങ്ങളിലൊക്കെ നമുക്കതിനെ കണക്ട് ചെയ്ത് പോകാം. ഇത്രയും ഡെവലപ്മെൻറ്റ് ഉണ്ടാകണമെങ്കിൽ ആരും പണി ചെയ്യാണ്ട് ഇത്രയും കാര്യങ്ങൾ മുമ്പോട്ട് വരികയില്ലല്ലോ. അപ്പോൾ ആർക്ക് പണി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത്. 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ടും 18,452 ഗ്രാമങ്ങളിൽ ഭാരതത്തിന് വൈദ്യുതി എത്തിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എത്രമാത്രം നാണക്കേടാണ്. അത് മോദി സർക്കാരിന് 5 വർഷം കൊണ്ട് പീയൂഷ് ഗോയൽ ഉള്ള ആ മന്ത്രിയുടെ കീഴിൽ 5 വർഷം കൊണ്ട് ഉജ്ജ്വൽ യോജന കൊണ്ടുവരാൻ പറ്റി. അതുപോലെ പുതിയ പാചകവാത കണക്ഷൻ 13 കോടി ആയിരുന്നു 60 വർഷം കൊണ്ട് ഉണ്ടാക്കിയത്. അതേസമയം 12 കോടി നമ്മൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 22 കിലോമീറ്റർ റോഡാണ് നമുക്ക് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏകദേശം 200 കിലോമീറ്റർ റോഡുകൾ ഒരു ദിവസം ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റ് വരുന്നു. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ജോലി കൊടുക്കാൻ പറ്റും. BJPയുടെ പ്രതിനിധിയോട് എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കേണ്ട. ആദ്യമേ തന്നെ
അർദ്ധസത്യം പറഞ്ഞുകൊണ്ട് പോകുന്നത് ശരിയല്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാവും. ഈ രാഹുൽ ഗാന്ധി വലിച്ചു കയറിയെന്ന് പറയുന്ന ആ ഒരു ഗവൺമെൻറ് തീരുമാനം അഴിമതിക്കാരെ രക്ഷിക്കാനുള്ള അവർക്ക് ഒരു സ്റ്റേ കൊടുക്കുന്ന, അവർക്ക് ഇലക്ഷൻ മത്സരിക്കാനുള്ള ഒരു അനുവാദം കൊടുക്കുന്ന ഒരു ഭേദഗതിയായിരുന്നു. അതാണ് രാഹുൽ ഗാന്ധി വലിച്ചു കയറിയത്. എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെ ശക്തമായൊരു നടപടിയാണ് രാഹുൽ ഗാന്ധി എടുത്തത്. ഞാനത് പറഞ്ഞില്ലല്ലോ. ഇനി ഒരു കാര്യം, അർദ്ധസത്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അർദ്ധസത്യം പറയുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അല്ല ചേട്ടാ, രാഹുൽ ഗാന്ധിയുടെ പൊസിഷൻ ഇതാണ്. ഞാൻ പറഞ്ഞ പോയിന്റ്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ ഇലക്ട്രിസിറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വിഷയമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിന് വിദ്യുത് ശക്തി കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കാന്നേ ഉള്ളൂ. വിതരണത്തിൻ്റെ കാര്യത്തിലൊക്കെ അതാത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളാണ് ചെയ്യുന്നത്. വികസനം ഒന്നും നടത്തിയിട്ടില്ലെന്ന് മാത്രമല്ല, നോട്ട് നിരോധനത്തിൽ കൂടി കള്ളപ്പണം ഒഴിവാക്കുമെന്ന് പറയുമ്പോൾ ഞാനൊക്കെ വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നോട്ടുകൾ എന്തായാലും തിരിച്ചു വരില്ലെന്നാണ്. ഇപ്പോൾ കൂടുതൽ സൗകര്യമായിട്ട് കള്ളപ്പണം ഉണ്ടാക്കാനായിട്ട് 2000 നോട്ടുകൾ വരെയും ഇറക്കി ധാരാളം കള്ളപ്പണം ഉണ്ടാക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. മാത്രമല്ല, ഈ നോട്ട് നിരോധനത്തിൽ 15 ലക്ഷം കോടിയുടെ അടുത്തുള്ള രൂപ തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് നിലവിലുണ്ടായിരുന്ന കള്ളപ്പണം പോലും വെള്ളപ്പണമാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അത് തടയാൻ ഒരു സംവിധാനവും ഈ ഗവൺമെന്റ് എടുക്കാതെയാണ് നിരോധനം. വ്യക്തമാണ്. കൂടുതൽ വികസന വിഷയങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉന്നയിക്കാനുണ്ടെങ്കിൽ ഉന്നയിക്കാം. താങ്കൾ പറഞ്ഞാലും 60 വർഷം കോൺഗ്രസ് ഭരിച്ചിട്ട് എന്ത് നേടിയെന്ന്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരു മുട്ടുസൂചി പോലും ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കാറില്ലായിരുന്നു. അന്ന് ആകെയുള്ള ഓട്ടോമൊബൈൽ എന്ന് പറഞ്ഞാൽ ഒന്ന് അംബാസഡറും ഒരു ഫിയറ്റ് കാറും, അതും 10-15 വർഷം രജിസ്റ്റർ ചെയ്ത് ക്യൂ നിന്നെങ്കിലേ കിട്ടത്തുള്ളൂ. അതിനുശേഷം ഇത്ര ടെലികമ്മ്യൂണിക്കേഷൻ എല്ലാം ഉണ്ടായിട്ടും 5 വർഷത്തിന് ശേഷം മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൽ എത്ര ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു, എത്ര ഇൻഡസ്ട്രി ഇന്ത്യയിലുണ്ടായി, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. കേരളത്തിലെ GDP 1947 എന്തായിരുന്നു? ഇന്ത്യൻ GDPയുടെ ഓൾമോസ്റ്റ് 5% ഓഫ് GDP, മോർ ദാൻ 5% GDP കേരളത്തിനുണ്ടായിരുന്നു. ആ ഇൻഡസ്ട്രിയൽ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഇപ്പോൾ എന്തുണ്ട്? കേരളത്തിൽ എന്താണ് ഇന്ത്യൻ GDPയുടെ ഷെയർ? ഈവൻ ലെസ് ദാൻ 1%. അപ്പോൾ എന്ത് ഡെവലപ്മെൻറ്റാണ് നമ്മൾ 60 വർഷം കൊണ്ട് കേരളത്തിൽ നടന്നിട്ടുള്ളത്? കേരളത്തിൽ ഏത് തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ബാക്കിയുള്ള കാര്യങ്ങൾ മേക്കിംഗ് ഇന്ത്യയുടെ രൂപത്തിൽ ഡിഫൻസ് സെക്ടറിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു? 2014 മോദി അധികാരമേൽക്കുമ്പോൾ 18,422 ഗ്രാമങ്ങളിൽ, ഒരു കൃത്യമായിട്ടില്ല 18,400 ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ലായിരുന്നു. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. എനിക്കൊരു സംശയമുണ്ട്. ഈ 18,482 ഗ്രാമങ്ങളിൽ മോദി ചീഫ് മിനിസ്റ്റർ ആയിരുന്നത് ഗുജറാത്തിലല്ലേ? ആ ഗുജറാത്തിലെ ഏതെങ്കിലും ഗ്രാമത്തിൽ ആ സമയത്ത് കംപ്ലീറ്റ് ഫുൾഫിൽ ആയിരുന്നോ എന്നൊരു സംശയമുണ്ട്. BJPയിലെ ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. വികസനം വന്നിട്ടുണ്ട്, അത് ചില ആൾക്കാർക്ക് മാത്രം. കാരണം റിലയൻസിനും അദാനിക്കും ഗുജറാത്തിലുള്ള കുറേ പ്രമുഖർക്ക് മാത്രം വന്ന വികസനം നമുക്കറിയാം. ഇപ്പം ബാക്കി വികസനം BSNL അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുന്നു. 250 രൂപയ്ക്ക് ഫോൺ കൊടുക്കാവുന്ന ആർക്കൊരു ഫോൺ പോലും കിട്ടിയിട്ടില്ല. വികസനം കുറച്ച് 5-6 വ്യക്തികളിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ കീശ മാത്രം കീശ നിറച്ചുകൊണ്ട് പോകുന്ന ഒരു വികസനം നടന്നിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. വേറെ ഒരു മനുഷ്യർക്ക് പോലും ഒരു വികസനവും കിട്ടിയിട്ടില്ല. അതിലുള്ള തങ്ങളോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കേരളത്തിൽ വികസനം വരണമെങ്കിൽ നിങ്ങൾ BJPക്ക് അവസരം തരൂ. നിങ്ങൾ ഇടതുപക്ഷത്തിന് അവസരം കൊടുത്താൽ എവിടെ അവസരം വരും? നിങ്ങൾക്ക് വികസനം അറിയണമെങ്കിൽ ഇടതുപക്ഷത്തിന് നിങ്ങൾ അവസരം കൊടുത്താൽ കാര്യമുണ്ടോ? BJP അടുത്ത പ്രാവശ്യം കയറുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല കയറുന്നത്, നിങ്ങൾ VVPATൽ കള്ളത്തരം കാണിച്ചുകൊണ്ടായിരിക്കും കയറുന്നത്. കഴിഞ്ഞ 5 വർഷം ഇന്ത്യയിലെ ഒരു വികസനവും നടന്നിട്ടില്ല. കാരണം ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തന്നെ തുരങ്കം വെക്കുന്ന രീതിയിലുള്ള ഡിമോണറ്റൈസേഷൻ പോലുള്ള ചരിത്രപരമായ മണ്ടത്തരങ്ങളാണ് ഈ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ NDA ഗവൺമെൻറ് ചെയ്തത്. മൃഗീയ ഭൂരിപക്ഷത്തിൽ കയറിയിട്ട് ഒരു വികസനവും നടത്താതെ, ഒരു വികസനവും കാണിച്ച് ആൾക്കാരുടെ മുന്നിൽ പോയി വോട്ട് ചോദിക്കാനുള്ള കഴിവില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് ഈ പ്രാവശ്യം BJP ആളുകളുടെ ഫ്രണ്ടിൽ പോയിട്ട് വോട്ട് ചോദിക്കുന്നത്. നമ്മളിപ്പോൾ പറയുമ്പോൾ വികസനം എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിസിറ്റി കൊടുത്തു. ഈ പറഞ്ഞ എത്ര നമ്പർ നമ്മൾ പറഞ്ഞാലും ഇതെല്ലാം ഒരു സംസ്ഥാനത്തിൻ്റെ അധീനതയിൽ വരുന്ന കാര്യങ്ങളാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനകത്ത് വളരെ പരിമിതമായ ചുമതലകൾ മാത്രമേ ഉള്ളൂ. അതിലുപരി ദേശീയ തലത്തിൽ മൊത്തം അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്ത് വികസനമാണ്
കഴിഞ്ഞ 5 വർഷം കൊണ്ട് മോദി ഗവൺമെൻറ് കൊടുത്തതെന്ന് ഇപ്പോൾ പറഞ്ഞ കണക്കുകളനുസരിച്ച്, എല്ലാവരും പറഞ്ഞ കണക്കുകളനുസരിച്ച് ഇന്ത്യയുടെ GPA അടിക്കടി താഴോട്ട് പോകുന്നതല്ലാതെ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ജീവിത സാഹചര്യങ്ങളിൽ, ദൈനംദിന ജീവിത സാഹചര്യങ്ങളിൽ അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുക അല്ലാതെ എന്ത് വികസനം ഇന്ത്യക്ക് ദേശീയ അടിസ്ഥാനത്തിൽ സംഭാവന ചെയ്തു എന്നറിഞ്ഞാൽ കൊള്ളാം. ഇതിനകം തന്നെ അദ്ദേഹം ഉത്തരം പറഞ്ഞ ചോദ്യമാണ്. ഇനി കോൺഗ്രസിലേക്കും LDFിലേക്കും. LDF കേരളത്തിൽ ഈ 5 വർഷം ഭരിച്ച് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ആരോപണം പോലും കിഫ്ബിയുമായി ബന്ധപ്പെട്ട്, കനേഡിയൻ കമ്പനിയുമായ SNC ലാവ്ലിനുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു കരാറിന് തയ്യാറാകുന്ന ഒരു നിലപാടിലേക്ക് LDF ഗവൺമെൻറ് പോയോ എന്നുള്ള സംശയമാണ് രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. എന്തിനാണ് വികസന വിഷയങ്ങളിൽ എപ്പോഴും വിവാദം കൂട്ടുകാരനാകേണ്ടി വരുന്നത് LDFന്? ഇത് ഈ സർക്കാരാവട്ടെ എല്ലാ തെരഞ്ഞെടുപ്പിലും എന്തിനാണ് ഒരു SNC ലാവ്ലിൻ നിഴൽ അവിടെ വരുന്നത്? അത് അടിസ്ഥാനപരമായി LDFിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു കുഴപ്പമുണ്ട് ഉള്ളത് കൊണ്ടല്ലേ ഈ വികസനത്തിൻ്റെ ഒപ്പം തന്നെ വിവാദങ്ങളും ഉണ്ടാകുന്നത്? ഒരു വലതുപക്ഷക്കാരനോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, എന്താണ് വികസനം? അയാൾ ആദ്യം താവളത്തിൽ തുടങ്ങും, റോബോട്ടുകളിലേക്ക് കയറും, അവസാനം റോക്കറ്റിൽ വന്നിരിക്കും. ഇത് അടിസ്ഥാന ജനതയുടെ ഒരു പ്രശ്നങ്ങളിലും ഇത് തൊട്ട് പോകുന്നേയില്ല. എന്നാൽ ഒരു ഇടതുപക്ഷക്കാരനോട് ചോദിക്കും, എന്താണ് വികസനം? നേരത്തെ പറഞ്ഞൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. ഇടതുപക്ഷക്കാരൻ പറയും ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, തൊഴിൽ, ആരോഗ്യം, ഇതിലൂന്നിയുള്ളതായിരിക്കണം വികസനം. വൈദ്യുതി മേഖലയിലേക്ക് വരാം. കേരളത്തിലെ എല്ലാ വീടുകളിലും ഇടതുപക്ഷം വൈദ്യുതി എത്തിച്ചു കഴിഞ്ഞു. കുടിവെള്ളത്തിലേക്ക് വരാം. കുടിവെള്ളം കിട്ടാത്ത ഏതെങ്കിലും വീടുകളുണ്ടോ കേരളത്തിൽ? ഇനി ആരോഗ്യരംഗത്തേക്ക് വരാം. നിങ്ങൾ ആരെങ്കിലും ഈ അടുത്ത കാലത്ത് ഒരു സർക്കാർ ആശുപത്രിയിൽ പോകേണ്ട സാഹചര്യം വന്നിട്ടുണ്ടോ കേരളത്തിൽ? ഇനിയെങ്കിലും നാട്ടിൽ പോകുമ്പോൾ ഒന്ന് പോയി നോക്കൂ. സർക്കാർ ആശുപത്രിയിലെ സാഹചര്യം എല്ലാം മാറിക്കഴിഞ്ഞു. ഇനിയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കാം. കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ കണ്ടാൽ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ചേർക്കാൻ വേണ്ടി ഇപ്പോൾ മാതാപിതാക്കൾ ക്യൂ നിൽക്കുകയാണ്. ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്തുണ്ട് ഇങ്ങനൊരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുള്ളത്? ഇതുതന്നെയാണ് വികസനം. UDFിനോട് ചോദിക്കാനുള്ളത്, ഇത് ഇത്ര നേരം ആരും ചോദിച്ചില്ല എന്നത് തന്നെ അത്ഭുതമാണ്. കാരണം ഇവിടുത്തെ ജനപങ്കാളിത്തത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ അതോ UDFിനോട് ഇപ്പോൾ ചോദിക്കേണ്ട ഒരു സാഹചര്യമില്ലെന്ന് ആർക്കും തോന്നിയത് കൊണ്ടാണോ ഇത് വെളിവാക്കുന്നത്? ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തോടുള്ള രാഷ്ട്രീയമാണോ എന്നതൊന്നും അറിയില്ല. എങ്കിലും 2004 മുതൽ 2014 വരെയുള്ള സർക്കാരിൻ്റെ നിലപാടുകളിലുള്ള അതൃപ്തി കൂടിയായിരിക്കാം, ആ നെഗറ്റീവ് വോട്ടുകൾ കൂടിയായിരിക്കാം BJPക്ക് അവരുടെ അക്കൗണ്ടിൽ ഇത്ര വലിയ ഒരു വോട്ടായി വന്നതും അത് രാജ്യം തന്നെ ഭരിക്കുന്ന ഏക പാർട്ടിയായി അവരെ മാറ്റിയതും. കോൺഗ്രസിൻ്റെ വികസന നയങ്ങളിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഭൂരിപക്ഷത്തിൻ്റെ എല്ലാ വിഷയങ്ങളും നോക്കുന്ന കേരള സംസ്ഥാനമാവട്ടെ ഇപ്പോൾ UDFിൻ്റെ പക്കലില്ല, കേന്ദ്രമാവട്ടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പക്കലില്ല എന്ന അവസ്ഥയിലേക്ക് വന്നത്. ഇതിൽ നിന്ന് എന്ത് മാറ്റമാണ് വികസന വിഷയങ്ങളിൽ ഈ ന്യായ് പദ്ധതി കൂടാതെ ഉന്നയിക്കുന്നത്? 1947 ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോകുമ്പോൾ കൊടുത്തുവിട്ടാണ് ഒരു മീറ്റർ ഗേജ് റെയിൽവേ. ആ മീറ്റർ ഗേജ് റെയിൽവേയിൽ നിന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധി തുടങ്ങിയ ആളുകൾ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയിലും കർഷക മേഖലയിലും ചെറിയ രീതിയിൽ വളർന്നു വരുവാൻ എല്ലാവർക്കും വികസനം ഉദ്ദേശിച്ചുകൊണ്ട് അന്ന് പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച് ഓരോ ഭവനത്തിനും ഓരോ വ്യക്തിക്കും വളരുവാനും വികസിക്കുവാനുമുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചു. അതിനുശേഷം 2000 നിരവധി തവണ അധികാരത്തിൽ വന്നു. രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ വികസന വിരുദ്ധരെന്ന് നമ്മളൊക്കെ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വികസന വിരുദ്ധർ കമ്പ്യൂട്ടറിനെതിരെ ഇവിടെ യുദ്ധമുണ്ടാക്കി, സമരമുണ്ടാക്കി. രാജീവ് ഗാന്ധിയുടെയും സാം പിട്രോയുടെയും ഒക്കെ നേതൃത്വത്തിലൂടെ കമ്പ്യൂട്ടർ യുഗം വന്നു. ടെക്നോളജി ഇൻക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങി. രാജ്യം ആകപ്പാനമായി വളർന്നു. 2004-ലും 2009-ലും UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. ഇദ്ദേഹം പറഞ്ഞതൊക്കെ ശരിയാണ്. UPA ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ പ്രകാശ് കാരാട്ടിൻ്റെ കൂടെയുള്ള ആളുകൾ 2004-ലെ UPA ഗവൺമെൻറ് കൂടെ നിന്നു. 2009-ൽ അവർ ഞങ്ങളെ കാലുവാരി. 2014 ആയപ്പോഴത്തേന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മാനിഫെസ്റ്റോയിൽ പോലും എഴുതി വെച്ചു, ഞങ്ങൾ രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ഭൂരിപക്ഷ വർഗീയത മുതലെടുത്തുകൊണ്ട് 82-85% വരുന്ന ഹിന്ദു തീവ്രവാദമുള്ള ആളുകളുടെ വോട്ടുകൾ പിടിച്ചെടുക്കുവാൻ വേണ്ടി ഞങ്ങൾ രാമക്ഷേത്രം അയോധ്യയിൽ പണിയുമെന്ന് പറഞ്ഞു. 15 ലക്ഷം രൂപ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞു. ആരാ ഇതിനകത്ത് വീഴാതിരിക്കുന്നത്? അങ്ങനെ ഒരു മോഹന വാഗ്ദാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ സാധാരണ പാവപ്പെട്ടതായ ജനങ്ങൾ ഒന്ന് തിരിഞ്ഞു. ഇനിയും കോൺഗ്രസിനൊരു ബ്രേക്ക് കൊടുത്ത അത് ഇന്ത്യയുടെ ദുരന്തമായിരുന്നു.
വികസനത്തിനോടനുബന്ധിച്ച് ഒരു ചോദ്യം കൂടി എനിക്ക് LDFന്റെ പ്രതിനിധിയോട് ചോദിക്കാനുണ്ട്. നിങ്ങൾ കേരളത്തിൽ അതുണ്ടാക്കി ഇതുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. 35 വർഷം തുടർച്ചയായി ഭരിച്ച ബംഗാളിൽ നിങ്ങൾ എന്തുണ്ടാക്കി? ഇത്രയും കാലം തുടർച്ചയായി ഭരിച്ച ത്രിപുരയിൽ നിങ്ങൾ എന്തുണ്ടാക്കി? അവിടുത്തെ ജനങ്ങളുടെ ജീവിത സൂചിക എന്ന് പറഞ്ഞു തരുമോ? ഇത് രാഷ്ട്രീയമായ ചോദ്യമാണ്. അല്ല, വികസനത്തിനോടനുബന്ധിച്ച ചോദ്യമാണ്. ബംഗാളിലെ വികസനവും അതിനുശേഷം നമുക്ക് പട്ടേലിന്റെ പ്രതിമയിലേക്ക് പോകാം. ബംഗാളിനെ പറ്റി ചോദിച്ചുകൊണ്ട് അവിടുത്തെ കാര്യം തന്നെ പറയാം. ബംഗാളിൽ ഞങ്ങൾ 34 വർഷം ഭരിച്ചു, സത്യമാണ്. അതിനു മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് ആണ്. ഞങ്ങളുടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ മേൽ വെക്കാൻ നോക്കുകയല്ല. പക്ഷേ 34 വർഷം ഭരിച്ചു. ബംഗാളിലെ ജനതയുടെ സാമൂഹ്യ സ്ഥിതി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. പട്ടേൽ പ്രതിമ ഇത്ര കോടികൾ മുടക്കിയ ഒരു പട്ടേൽ പ്രതിമ ഇന്ത്യയുടെ ഒരു ഏറ്റവും വലിയ ഒരു സൈനായി ഇപ്പോൾ മാറിയിരിക്കുന്നു. അതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ അത് അങ്ങനെ പുറമേക്ക് കാണിക്കാൻ വേണ്ടിയുള്ളതാണോ ഇന്ത്യയുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനല്ലേ ഊന്നൽ കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരുപാട് വോട്ടർമാർ ഉന്നയിക്കുന്ന ചോദ്യമാണ്. അതാണ് അദ്ദേഹം അവിടെ പറഞ്ഞത്. 60 വർഷം ഭരിച്ചിട്ട്, ഒരു കോൺഗ്രസ് ഭരിച്ചിട്ട് 60 വർഷം ഭരിച്ചിട്ട് ശൗചാലയങ്ങളിലാണ് ഇത്രയും ഗ്രാമങ്ങൾ ഇന്ത്യയിലുണ്ടായോ? അത് ആരുടെ തെറ്റാണ്? ഗുജറാത്തിലെ കാര്യം പറയാം. 60 വർഷം ഭരിച്ചിട്ട് ശൗചാലയങ്ങളില്ലാത്ത എന്ത് അഭിമാനിക്കാനുള്ളത്? അപ്പം ശൗചാലയങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ വൈദ്യുതികൾ ഉണ്ടാക്കുന്നതെന്നല്ലേ ഗ്രാമങ്ങളിൽ 60 വർഷം കൊണ്ട് 6.5 കോടി വീടുകളാണ് ഉണ്ടായിരുന്നത്, അടിസ്ഥാന വീടുകൾ. അതെല്ലാം ഇവർ വളരെ 63% കൂടി ഈ 5 വർഷങ്ങളുണ്ടായി. എങ്ങനെയുണ്ടായി? ഗ്രാമങ്ങളിലെ അടിസ്ഥാന വികസനങ്ങളോടുകൂടിയാണ്. കോൺഗ്രസിൻ്റെ വക്താവും BJPയുടെ വക്താവും എന്നോടുള്ള ഒരു ചോദ്യം, എന്ത് വ്യത്യസ്തമായ നിലപാടുകൾ, നയങ്ങളാണ് നിങ്ങൾക്കുള്ളത്? ഒന്നാം UPA ഗവൺമെൻറ് ഭരിച്ചപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് ആ ഭരണം വളരെ ഭംഗിയായിട്ട് തുടർന്നു. രണ്ടാമതൊരു അവസരം കോൺഗ്രസ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ രണ്ടാം UPAയിൽ അത് നഷ്ടപ്പെട്ടു പോയി. കാരണം എന്തായിരുന്നു? മുമ്പേ പറഞ്ഞത് അഴിമതി കാലുവാരി എന്ന് പറഞ്ഞു. ഇടതുപക്ഷം കാലുവാരിയതല്ല, കോൺഗ്രസ്സുകാരുടെ അഴിമതിയായിരുന്നു ആ രണ്ടാം UPA ഭരണകാലത്തിന്റെ പരാജയം. അത് മറുപടി ഈ കാലുവാരി എന്നുള്ളത് ഞാൻ ഇപ്പോഴും അത് ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. ഇവർ തമ്മിലുള്ള ഇന്റേണൽ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും കൂടെ. ഇടതുപക്ഷത്തിന് എന്താ നയമുള്ളത്? ആറന്മുള എയർപോർട്ട് വന്നിട്ട് നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ ആളുകളിൽ എന്താ നയമുള്ളത് ഇടതുപക്ഷത്തിന്? കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് 21 പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിച്ച് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. എന്തിനു വേണ്ടിയാണ് കേസ് കൊടുത്തത്? നമ്മളിപ്പോൾ ചെയ്യുന്ന വോട്ടിംഗ് യന്ത്രം, ആ വോട്ടിംഗ് യന്ത്രത്തിൽ കുത്തിക്കഴിഞ്ഞാൽ താമര മാത്രമേ വരികയുള്ളൂ. അത് ഇന്ത്യയിലെ ജനങ്ങൾ മനസ്സിലാക്കിയതാണ്. 2014 തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ആ ഒരൊറ്റ അടിസ്ഥാനത്തിൽ മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു. പ്രവാസികാര്യ വിഷയത്തിൽ കേരളത്തിൽ LDF ആവട്ടെ, മുമ്പ് കോൺഗ്രസ് ആവട്ടെ, ഇപ്പോൾ BJP ആവട്ടെ, ഇത് രാഷ്ട്രീയ നേതാക്കളുടെ വിദേശ യാത്രകളെ കുറിച്ചല്ല. യഥാർത്ഥത്തിൽ നമ്മുടെ ക്ഷേമത്തിന് വേണ്ടി, പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി എന്താണ് ഈ സർക്കാരുകളിൽ നിങ്ങൾക്കുള്ള പ്രതീക്ഷ എന്നതാണ് അടുത്ത ചർച്ച. ഇത് രാഷ്ട്രീയ വിഷയങ്ങളിലേക്കേ പോകേണ്ടതില്ല. വിദേശത്ത് ഒരാൾ മരണപ്പെട്ടാൽ അത് നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വിദേശത്ത് നിന്നും നാട്ടിലേക്ക് കൊണ്ടുവന്ന ഫ്ലൈറ്റ് ചാർജ് കോൺഗ്രസ് ഫ്രീ ആയിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപ് പിണറായി പറഞ്ഞു ഞങ്ങൾ ആ ചെലവെടുക്കുമെന്ന്. പക്ഷേ ബോഡി കേരളത്തിൽ എത്തിക്കഴിഞ്ഞ് അവിടുന്ന് അവരുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന പൈസ മാത്രമേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതാണോ ഒരു വിദേശികൾക്ക് വേണ്ടിയത്? ചോദ്യം വളരെ വ്യക്തമാണ്. ഈ സെഗ്മെന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഈ ചർച്ചയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന കാര്യങ്ങൾ, ഇവിടെ വിവിധ പ്രവാസി സംഘടനകളുടെ നേതാക്കളെല്ലാം ഉണ്ട്. അവർക്ക് സ്വാധീനം ചെലുത്തി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതടക്കം സീരിയസ് ആയ വിഷയങ്ങൾ. രാജ്യത്ത് നാട്ടിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ബിസിനസ് തുടങ്ങാൻ കാശ് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം അത് എല്ലാം നിരാകരിച്ചിരിക്കുകയാണ് പിണറായി ഗവൺമെന്റ്. ഈ ചോദ്യം പ്രവാസികാര്യത്തെ പറ്റി 3 പേരോടും തുല്യമായ ചോദ്യമാണ്. ഇവിടുത്തെ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും പ്രവാസികൾക്ക് എപ്പോഴും മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. പ്രവാസികൾ നാട്ടിൽ പോയി മുതൽ മുടക്കൂ എന്ന് പറയാറുണ്ട്. അവർ മുതൽ മുടക്കി എന്തെങ്കിലും സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവിടെ തൊഴിൽ പ്രശ്നങ്ങളായി അതൊന്നും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അതിന് പകരം ഒരു സത്യത്തിൽ ഒരു പ്രവാസി കുനിഞ്ഞു നിന്നാൽ സംഭവിക്കുന്ന, ഒരു പക്ഷേ ആ കുനിഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ അതിൻ്റെ അണ്ടർവെയർ പോലും
പറിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലെ ഇന്ത്യയിലും മൊത്തം ഉള്ളത്. പ്രവാസികൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ പാസ്പോർട്ട്, വിസ, OCI ഒക്കെ അതേമാതിരിയുള്ള പാൻ കാർഡ് വിഷയത്തിലെല്ലാം ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഭാവിയിലേക്ക് എന്തെല്ലാം പദ്ധതികളാണ് ഇട്ടിരിക്കുന്നത്? കേരള ഭരണക്രമത്തിൽ ആദ്യമായി പ്രവാസികൾക്ക് വേണ്ടി ഒരു വകുപ്പ് കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്. 2004 ഗവൺമെൻറ്റിൽ മലയാളിയായിരിക്കുന്ന ശ്രീ വയലാർ രവി പ്രവാസികാര്യ വകുപ്പ് മന്ത്രിയും ശ്രീ ഇ അഹമ്മദ് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായി ഇവിടെ മലയാളികൾ രണ്ടുപേരും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവാസികൾക്ക് വേണ്ടി നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. എല്ലാ പ്രവാസി കോൺസുലേറ്റുകൾ അവർ വിസിറ്റ് ചെയ്തു. നിരവധി ആളുകൾ ജയിലുകളിൽ കിടപ്പുണ്ടായിരുന്നു. ഇ അഹമ്മദിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അറേബ്യ നാടുകളിൽ ഉണ്ടായിരുന്ന, ഗൾഫ് നാടുകളിൽ ഉണ്ടായിരുന്നവരുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്ന ശ്രീ ഇ അഹമ്മദും ശ്രീ വയലാർ രവിയും മുന്നിട്ടിറങ്ങി എന്നുള്ളതൊരു സത്യമാണ്. എന്നാൽ 2014 അധികാരത്തിൽ വന്ന BJPക്ക് പ്രവാസി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു. അവർ ഈ പ്രവാസി വകുപ്പ് എടുത്തു കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇനിയും കയറുവാൻ പോകുന്ന UPA ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പ്രവാസി വകുപ്പ് വീണ്ടും തുടങ്ങുകയും പ്രവാസികളുടെ എല്ലാവിധത്തിലുള്ള ക്ഷേമത്തിനും മുന്നിൽ നിൽക്കുമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു മാനിഫെസ്റ്റോ ആണ് കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടോ ജോലി ഉപേക്ഷിച്ചോ വരുന്നവർക്കൊക്കെ പുനരധിവാസത്തിനും ക്ഷേമപ്രവർത്തനത്തിനും എല്ലാം വേണ്ടി ഇടതുപക്ഷം പ്രത്യേക ഫണ്ട് കരുതി വെച്ചിട്ടുണ്ട്. നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഗൾഫിൽ മേഖലയിൽ വെച്ച് മരണപ്പെട്ടാൽ അവരുടെ മൃതശരീരം സർക്കാർ ചെലവിൽ തന്നെയായിരിക്കും നാട്ടിൽ കൊണ്ടുവരുന്നത്. പിന്നെ ഇപ്പോൾ ലോകകേരള സഭ രൂപീകരിച്ചു പ്രവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കാനും അതിനുള്ള പരിഹാരം കണ്ടെത്താനൊക്കെ വേണ്ടിയിട്ട്. ഇവിടുത്തെ മോഡേൺ ഏജ് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രവാസി കാര്യമന്ത്രി എത്രയോ സ്ഥലങ്ങളിൽ പെട്ടുപോയ ഇന്ത്യക്കാരെ ധൈര്യസമേതം പോയി, ഒരു സഹമന്ത്രി പോയി വിമാനസഹിതം അവരെ പിക്ക് ചെയ്തുകൊണ്ട് വരിക എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനം. അതുപോലെ ഏത് സമയത്തും നമുക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഇമെയിലിൽ കൂടി ചെയ്തു കഴിഞ്ഞാൽ അതിന് റെസ്പോൺസിബിളായിട്ട് തിരിച്ച് മറുപടി പറയുന്ന ഒരു വിദേശകാര്യ മന്ത്രി. നമുക്കിവിടെ കോൺഗ്രസിൻ്റെ സമയത്ത് വയലാർ രവി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പ്രവാസി കാര്യത്തിന് വേണ്ടിയിട്ട്. എന്ത് ഒരു അപ്രോച്ചബിൾ ആയിരുന്നു അദ്ദേഹം. കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ അപ്രോച്ചബിൾ ആയിരുന്നായിരിക്കാം, ബാക്കി നോർമൽ പ്രവാസിക്ക് അപ്രോച്ചബിൾ ആയിരുന്നു. ഒരു കാര്യത്തിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നടക്കുമായിരുന്നു. ഇപ്പോഴും പ്രവാസി കാര്യത്തിന് നമുക്ക് കോൺസുലേറ്റിൽ പ്രശ്നങ്ങളുണ്ട്, OCAക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഞാനൊരു പ്രവാസി എന്നുള്ള നിലയിൽ ഇതിനെല്ലാം ചെയ്യുന്നയാളെന്നുള്ള നിലയിൽ അംഗീകരിക്കുന്നു. നമുക്ക് പരിഹരിക്കാം. ഒരു 5 വർഷമല്ലേ ആയുള്ളൂ. ദേ വിൽ ഗെറ്റ് ടൈം, ഇറ്റ് വിൽ ചേഞ്ച്. ഡിമോണിറ്റൈസേഷൻ്റെ സമയത്ത് മില്യൺസ് ഓഫ് റുപ്പീസ് പ്രവാസികളെ നഷ്ടപ്പെടുത്തു. ആസ് പെർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ നിയമം അനുസരിച്ച് 25,000 രൂപ വരെ ഒരു പ്രവാസിയുടെ കയ്യിൽ വെക്കാം. അവർ യാത്ര ഇന്ത്യയിൽ ചെന്നിട്ട് തിരിച്ചു വരുന്ന ബാക്കി ബാലൻസ് എല്ലാം 25,000 രൂപ വെക്കാം. അപ്പോൾ അവസാനം എല്ലാ വർഷവും 3 മാസം കൂടുമ്പോഴോ 6 മാസം കൂടുമ്പോഴോ ഇന്ത്യക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ കാര്യം തന്നെ പറയാം. ഞാൻ ഇന്ത്യയിൽ പോയ സമയത്ത് ബാങ്കിൽ ഒന്നും എടുക്കത്തില്ല. പ്രവാസികൾക്ക് വേണ്ടി മാത്രം റിസർവ് ബാങ്കിൽ അത് കറൻസി എക്സ്ചേഞ്ച് ചെയ്യാവുന്നുണ്ടായിരുന്നു. ഞാൻ ഡൽഹിയിൽ ചെന്നിട്ട് 5 മണിക്കൂർ റിസർവ് ബാങ്കിന് മുമ്പിൽ ലൈൻ നിന്ന് ഗേറ്റൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, ഓൺലി ഫോർ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ്, ഐ എം എ OCI കാർഡ് ഹോൾഡർ. എൻ്റെ 25,000 രൂപ നഷ്ടപ്പെട്ടു. 4-5 മണിക്കൂർ റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ കൂടെ അവിടെ ലൈൻ നിന്നതും വ്യത്യസ്തമായി. ഇതിൽ അവോയ്ഡ് ചെയ്യാൻ കൊണ്ട് ഇന്ത്യൻ എംബസികളിലോ കൗൺസിലർ ഓഫീസിലോ അത് ഇന്ത്യൻ റുപ്പീസ് കളക്ട് ചെയ്തിട്ട് അവരതിനുള്ള എക്സ്ചേഞ്ച് കൊടുക്കേണ്ടതായിരുന്നു. താങ്കളുടെ അഭിപ്രായം എന്തോ അതിനെപ്പറ്റി? അല്ല, ഞാൻ ഒരു പ്രവാസി എന്നുള്ള നിലയിൽ നമുക്കെല്ലാം ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒരു പ്രവാസികൾക്കായിട്ടൊരു ടൈം ലിമിറ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിമോണിറ്റൈസേഷൻ സമയത്ത് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ സമയം, ഡയറക്റ്റ് ഡിപ്പോസിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു. ചിലപ്പോൾ അത് ഇതായി പോയി കാണും. ഈ ഡിമോണിറ്റൈസേഷൻ ചെയ്ത ഇംപ്ലിമെൻറ്റേഷനൊക്കെ നമുക്ക് പല ഡിബേറ്റ്സ് ഉണ്ട്. അത് ഇംപ്ലിമെൻറ്റേഷൻ ചെയ്ത രീതിയിൽ ഫാസ്റ്റായിപ്പോയി എന്നും ഒക്കെയുള്ള അഭിപ്രായങ്ങളുള്ള ആൾ തന്നെയാണ് ഞാനും. പക്ഷേ അതിങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കോൺസുലേറ്റിൽ വഴിയൊക്കെ നമുക്ക് അതിനെ ഉന്നയിക്കാനും അതിനെ മാറ്റാനും ഉള്ള പദ്ധതികൾ ആവിഷ്കരിക്കാം. അതിനുള്ള മുൻപിൽ അതിന് എന്ത് കാര്യം ചെയ്യാനായാലും OFBJPയുടെ നേതൃത്വത്തിലാണെങ്കിലും ഇപ്പം കോൺസുലേറ്റ് നേതൃത്വത്തിലാണെങ്കിലും അത് ചെയ്യാൻ ശ്രമിക്കാം. പ്രവാസികളെ സംബന്ധിച്ച് BJP ഭരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമുക്കറിയാലോ, രൂപയുടെ വില ഇടിഞ്ഞിടിഞ്ഞ് പ്രവാസികൾക്ക് ഡോളറിനും മറ്റ് സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുക. പ്രവാസികൾക്ക് വേണ്ടി ഇത്ര ഉപകാരം ചെയ്തൊരു ഗവൺമെൻറ് വേറെ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് 2 ഉപകാരമുണ്ട്. ഒന്ന്, നമ്മുടെ
മൂല്യം കുറയുമ്പോൾ നമുക്ക് ഇവിടെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് നമുക്ക് നാണക്കേടാണ്. കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ നമ്മളോട് ഓരോ ദിവസം ചോദിക്കും ഇന്ത്യക്കാരാന്ന് പറയുമ്പോഴത്തേക്കും ബീഫിൻ്റെ കാര്യവും മറ്റു കാര്യങ്ങളും നമ്മൾ പറയുമ്പോഴത്തേക്കും നമുക്കുണ്ടാകുന്ന നാണക്കേട്. ഇവിടെ കൂടെ ജോലി ചെയ്യുന്നവർ മറ്റു രാജ്യക്കാർ നമ്മളോട് ചോദിക്കുന്നത്. ഈ രണ്ട് ഉപകാരം നമുക്ക് BJP ന്ന് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിയോജിപ്പിൻ്റെ ഒപ്പം തന്നെ പ്രവാസികാര്യ മന്ത്രി സ്വരാജിനെ അഭിനന്ദിക്കാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കൂടെയുള്ള ആൾക്കാരുടെ കൂടെ കൈയും കൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? കൂടെയുള്ള വൈറ്റിൻ്റെ കൂടെ നമ്മൾ കൈയും കൊണ്ട് ഫുഡ് കഴിച്ചാലും നമ്മളെ കൂടെ നാണക്കേടാ വിചാരിക്കാറ്. അപ്പോൾ അവർ നമ്മുടെ കൾച്ചറും നമ്മുടെ കാര്യങ്ങളും അറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. അത് നമ്മളും പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അടുത്ത സെഗ്മെന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. രാഷ്ട്രീയമായി ഏറെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് 2019 പ്രത്യേകിച്ച് 2014 ഒരു തമ്പിങ് മെജോറിറ്റിയോടുകൂടി ഒരു വേവോടുകൂടി BJP അധികാരത്തിൽ വരികയും അവർ ഇനി അടുത്ത 5 വർഷം ഫിർ ഏക് ബാർ മോദി സർക്കാർ എന്ന മുദ്രാവാക്യം ഉയർത്തുകയും ഒരു വശത്ത് ചെയ്യുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് കേരളത്തിലെ UDFനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതാവുന്നത് അവർക്ക് കേന്ദ്രത്തിൽ തിരിച്ച് അധികാരം വേണം. അതിനുള്ള ഒരു കഷ്ടപ്പാടിലാണ് അവർ. അതേസമയം BJPയെ സംബന്ധിച്ച് അവർക്ക് തിരിച്ച് അധികാരം വേണമെന്ന് മാത്രമല്ല, കേരളത്തിൽ അവർക്കൊരു അക്കൗണ്ട് തുറക്കണം. അതിനുള്ള തത്രപ്പാടിലാണ് BJP. CPIMനെ സംബന്ധിച്ച് ദേശീയ പാർട്ടി എന്ന പദവി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ കേരളത്തിൽ കുറച്ച് സീറ്റുകളെങ്കിലും കിട്ടണം. കേന്ദ്രത്തിൽ പോയി കോൺഗ്രസ് സർക്കാരിനെ അവർ പിന്തുണയ്ക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. രാഹുൽ ഗാന്ധി കേരളത്തിൽ മത്സരിക്കാൻ വന്നതോടുകൂടി കേരളത്തിൽ ഒരു കോൺഗ്രസ് വേവ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് എല്ലാ അഭിപ്രായ സർവേകളും വ്യക്തമാകുന്നു. ഈ സാഹചര്യങ്ങളിൽ ഈ 3 സംഘടനകളെ സംബന്ധിച്ചും അവരുടെ ദേശീയ നേതൃത്വങ്ങളെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് ഇമ്പോർട്ടൻ്റ് ആകുന്ന സ്ഥിതിയിൽ ആദ്യം എൻ്റെ ചോദ്യം, അതിനുശേഷം എല്ലാവരുടെയും ചോദ്യത്തിലേക്ക് വരാം, BJPയോടാണ്. ശബരിമല ഒരു മേജർ ഫാക്ടർ ആക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കഴിഞ്ഞ ദിവസം കേരളത്തിൽ അയ്യപ്പനെന്നോ ശബരിമലയെന്നോ ഒരു വാക്കുമിണ്ടാതെ രാമനാഥപുരത്തും മംഗലാപുരത്തും പോയി ശബരിമല എന്നുള്ള വിഷയം ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിക്കുകയും ചെയ്യുന്നു. എന്ത് കഷ്ടമാണത്? ഇത് പറയാൻ കാരണം 5 വർഷമായി രാജ്യം ഭരിച്ച പാർട്ടിയാണ്. എന്തൊക്കെ വികസന വിഷയങ്ങൾ ഉന്നയിക്കാനുണ്ട്, എന്നിട്ടും എന്തിന് ഈ ശബരിമലയിൽ പിടിച്ച് വോട്ട് ചോദിക്കുന്നു? കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ അടിസ്ഥാന ജനതയുടെ സ്വന്തം വിശ്വാസവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കാൻ കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ. ആരാധിക്കുന്ന ദേവൻ്റെ പേര് പറഞ്ഞാൽ കേസെടുക്കുന്ന ഒരു അവസ്ഥ. സ്വന്തം അടിസ്ഥാനം ഇല്ലാതാകുന്ന, നിൽക്കുന്ന മണ്ണ് ഒലിച്ചു പോകുന്ന തരത്തിലൊരു സമുദായം നിൽക്കുന്ന സമയത്ത് അതിന് ചോദിച്ച് വോട്ട് ചോദിക്കരുത് എന്ന് പറയുന്നത് ഇവിടുത്തെ നിയമമാണ്. അതാണ് വേണ്ടിയാണ് ഇവിടുത്തെ അടിസ്ഥാന ജനത വോട്ട് ചോദിക്കുന്നത്. ഈ പ്രാവശ്യം BJPയെ ജയിപ്പിക്കണമെന്ന് പറയുന്നത്, കേരളത്തിലെ BJPയെ ജയിക്കണമെന്ന് പറയുന്നത്, ഇത് ചോദിക്കാൻ ആളുണ്ടാകണം. ഈ ഒരു അട്രോസിറ്റി ഏകദേശം 10,000-ഓളം കേസുകളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എടുത്തിരിക്കുന്നത്. അമ്മമാരുടെയും പിഞ്ച് കുഞ്ഞുങ്ങളുടെയും പേരിൽ നിങ്ങളുടെ തേങ്ങ ഇപ്പം കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരാണ്. ആ തേങ്ങ എറിഞ്ഞ ആളെ പിടിക്കണമെങ്കിൽ അതിന് ധൈര്യമുണ്ടെങ്കിൽ തേങ്ങ എറിഞ്ഞവനെ പിടിക്കണം. തേങ്ങ പിടിച്ചവനെ പിടിക്കാൻ ഹോം മിനിസ്റ്റർ കയ്യിലുണ്ട്, പോലീസ് കയ്യിലുണ്ട്. ഇല്ലാത്ത തേങ്ങയുടെ കഥയും പറഞ്ഞിട്ട് അങ്ങനെ ഈ ഒരു ജനതയുടെ അടിസ്ഥാന പ്രശ്നമായ വിശ്വാസവും ആചാരത്തിനെ സംരക്ഷിക്കാൻ, അതിനെതിരെ എന്ത് തരത്തിലുള്ള ഭരണകൂട പീഡന ഹിന്ദു വേട്ട നടത്തിയപ്പോൾ അതിനു വേണ്ടി തന്നെയാണ് വോട്ട് പിടിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഈ പ്രാവശ്യം വോട്ട് ചോദിക്കുന്നത്. കോൺഗ്രസിനോട് ചോദിക്കാനുള്ളത്, ആരാണ് കോൺഗ്രസിന്റെ മുഖ്യ ശത്രു ഈ തെരഞ്ഞെടുപ്പിൽ? ഇന്ത്യ മഹാരാജ്യത്തിൽ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ BJPയും കേരളത്തിൽ ഇടതുപക്ഷവും. BJPയെ എതിരിടുക എന്നതാണോ ഈ തവണ കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യം? കേരളത്തിൽ ആക്ച്വലി ഇടതുപക്ഷക്കാര് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലനിൽക്കുമ്പോൾ 20 ഇടതുപക്ഷ MP മത്സരിക്കേണ്ട കാര്യമില്ല, അവർ കോൺഗ്രസിന് അല്ലാതെ തന്നെ പിന്തുണ കൊടുക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഡൽഹിയിൽ വന്നിട്ട് രാഹുലിനെ കീജെ വിളിക്കുകയും അവിടെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ എന്തിനാണ്? രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ LDFനെതിരെ ഒരക്ഷരം മിണ്ടാൻ പോകുന്നില്ലെന്ന്. പിന്നെ എന്തിനു മറ്റു കോൺഗ്രസ്സുകാർ മിണ്ടണം? കേരളത്തിലെ സാഹചര്യവും ഇന്ത്യ സാഹചര്യവും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഒരു കാലത്ത് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിൽ BJPയെ മുഖ്യ ശത്രുവിനെ പരാജയപ്പെടുത്തുവാനായിട്ട് പോകുമ്പോൾ
നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും കോൺഗ്രസിന്റെ ശക്തമായ വികാരമുണ്ടാകേണ്ടതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത്. രാഹുൽ ഗാന്ധി അപ്പോൾ നേരിടുന്നത് LDF സ്ഥാനാർത്ഥി. LDF ഒരു വിഷയമല്ല, LDF എങ്ങും വിഷയമല്ല. രാഹുൽ ഗാന്ധിക്ക് 5 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടാൻ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കുന്നു. വളരെ സിമ്പിൾ. അതാണ് ചോദ്യം. അപ്പൊ LDF അല്ല, BJP ആണ് രാജ്യത്ത് മുഖ്യ ശത്രു. കേരളത്തിലും LDF ഇല്ല, BJP ആണ് രണ്ടാം പാർട്ടി. കോൺഗ്രസ് അംഗീകരിക്കുകയാണ്. ഞങ്ങൾക്ക് ശത്രുക്കളില്ലല്ലോ. കേരളത്തിൽ BJP ആണ് പ്രധാന എതിരാളി എന്ന് കോൺഗ്രസ് സമ്മതിക്കും. രണ്ടാം സ്ഥാനം BJPക്ക് കൊടുത്തു. കേരളത്തിൽ BJP എന്ന് പറയുന്ന പാർട്ടി ഒന്നുമല്ല. കേരളത്തിൽ BJP is nothing. ഇനി LDFനോട് എല്ലാ അഭിപ്രായ സർവേകളും മുൻതൂക്കം നൽകുന്നു UDFന്. ഏഷ്യാനെറ്റിന്റെ അഭിപ്രായ സർവേ വന്നു, മനോരമയുടേത് വന്നു, മാതൃഭൂമിയുടേത് വന്നു. നിങ്ങളതിൽ വിശ്വസിക്കുന്നില്ലായിരിക്കാം. പക്ഷേ കേരളത്തിലൊരു UDF വേവ് ഉണ്ട്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി വന്ന ശേഷം എന്നാണ് പറയുന്നത്. എന്താണ് അഭിപ്രായം? ഈ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞതുപോലെ രണ്ട് വള്ളത്തിലും ഇടതുപക്ഷവും ശത്രുവാണ്, BJPയും ശത്രുവാണ് എന്നൊരു നിലപാടല്ല ഞങ്ങളുടെ ഒന്നാമത്തെ ശത്രു BJP തന്നെയാണ്. BJP എങ്ങനെയെങ്കിലും ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക. രാഷ്ട്രീയപരമായി മാത്രമാണ് BJP ശത്രു എന്ന് ഉദ്ദേശിച്ചത്, അല്ലാതെ വ്യക്തിപരമായ എന്തെങ്കിലും ശത്രുത ഉണ്ടെന്നല്ല ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കാൻ ഉണ്ടായ സാഹചര്യം, ഒരു കാര്യം കോൺഗ്രസ് വക്താവിനോട് ചോദിച്ചോട്ടെ. ഇപ്പോൾ രാഹുൽ ഗാന്ധി അമേഠിയിലും ജയിക്കുകയാണ്, വയനാട്ടിലും ജയിക്കുകയാണ്. ഏത് സ്ഥാനമായിരിക്കും അദ്ദേഹം രാജിവെക്കാൻ പോകുന്നത്? വയനാട് സൂക്ഷിക്കും. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. വയനാട് സൂക്ഷിക്കും. അദ്ദേഹം അമേഠിയിലും വയനാട്ടിലും തോക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇപ്പൊ എവിടെന്നെങ്കിലും അദ്ദേഹം ഞാൻ ചോദിച്ചത് അഭിപ്രായ സർവേകൾ. LDF സർക്കാരിൽ ജനങ്ങൾക്കൊരു അതൃപ്തി ഉള്ളത് കൊണ്ടാണോ ഇങ്ങനെ ഒരു അഭിപ്രായ സർവേ വന്നിട്ടുള്ളത്? ഓക്കെ, ഈ അടുത്ത് നടന്ന ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഈ സർവേയിൽ എന്തായിരുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനം? രണ്ടാം സ്ഥാനം. ചില ചാനലുകളും മറ്റും പറയുന്നത് 3-ാം സ്ഥാനം എന്നാണ്. പക്ഷേ LDF അവിടെ വൻപിച്ച ഭൂരിപക്ഷത്തിലല്ലേ അധികാരത്തിൽ വന്നത്? സർവേ എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് ഇറങ്ങി ചോദിക്കുന്നതാണല്ലോ. ഇങ്ങനെ ഇറങ്ങി ചോദിച്ചിട്ടുള്ള ആരെയെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മളുടെ പരിചയക്കാരുടെ അടുത്തോ സുഹൃത്തുക്കളുടെ അടുത്തോ ബന്ധുക്കളുടെ അടുത്തോ ഇങ്ങനെ ആരെങ്കിലും ഒരു സർവേക്ക് വേണ്ടി വന്നിട്ടുണ്ടോ? ഈ പാർലമെന്റിൽ നിങ്ങൾക്ക് 300-ൽ കൂടുതൽ സീറ്റുള്ള മൃഗീയ ഭൂരിപക്ഷമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഇതിന് അഗൻസ്റ്റായിട്ട്, ഈ സുപ്രീം കോടതി വിധിക്ക് അഗൻസ്റ്റായിട്ട് ഒരു ഓർഡിനൻസ് പാസ്സാക്കിയില്ല? നിങ്ങൾക്ക് വിശ്വാസികളോട് അത്രയും വലിയ സ്നേഹമായിരുന്നെങ്കിൽ ശബരിമല കേസിന് പോയത് BJP RSSകാരാണ് ഈ കേസ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വിധി വന്നപ്പോൾ ആദ്യം ആ വിധിയെ സ്വാഗതം ചെയ്തത് BJPക്കാരും KPCC നേതൃത്വവുമാണ്. അത് കഴിഞ്ഞ് 4 വോട്ട് പോകുമെന്ന് പറഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു. അതിനോട് കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞിരുന്നു. അതിനും കൂടെ മറുപടി. ശബരിമല കേസ് കോടതിയുടെ മുമ്പിലിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ 2 കേസുകൾ, 2 ആരാധനാലയങ്ങളിലെ കേസുകൾ കോടതിയുടെ മുമ്പിലുണ്ട്, സുപ്രീം കോടതിയുടെ മുമ്പിൽ. ഈ 2 കേസിലും വേണമെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഓർഡിനൻസ് ഇറക്കാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ആ രീതിയിൽ പോകാം. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് തീരുമാനം കോടതിയിലിരിക്കുന്ന കേസുകളിൽ അതുപോലെ തന്നെ കോടതി നടക്കട്ടെ. ഞാൻ രണ്ടാമത്തെ കേസിൻ്റെ കാര്യം പറയുന്നില്ല. കോടതിയുടെ കേസ് കോടതിയുടെ വിധി, കോടതിയുടെ പ്രൊസീജിയർ നടക്കട്ടെ. പല കാര്യങ്ങളിലും സെൻട്രൽ ഗവൺമെൻറ് ലീഗൽ കാര്യങ്ങളിൽ ഡയറക്റ്റ് ഇടപെടാണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം ഒരു സെക്യുലർ കൺട്രിയാണ്, ശരിയല്ലേ? താങ്കളുടെ BJP അടുത്ത ഇലക്ഷനിൽ ഭരണത്തിൽ വന്നാൽ ഇവിടുത്തെ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യൻസിനെയും സിഖിനെയും ജൈന അങ്ങനെയുള്ള നാനാവിധ ജാതിക്കാരെ സമന്വയിപ്പിച്ച് നിങ്ങൾ എങ്ങനെ ഇന്ത്യയെ മുമ്പോട്ട് കൊണ്ടുപോകും? അവരുടെ ആരാധന, അവരുടെ ഭക്ഷണം, അവർക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് കഴിക്കേണ്ട വിഭവങ്ങൾ എനിക്ക് കഴിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? അതുപോലെ എങ്ങനെ ഇത് സമന്വയിപ്പിച്ച് കൊണ്ടുപോകുമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഇന്ത്യയിൽ 3 അല്ലെങ്കിൽ പല സംസ്ഥാനങ്ങളും, ഇപ്പോൾ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഈ സ്റ്റേറ്റുകളൊക്കെ 15 കൂടുതൽ വർഷമായിട്ട് കണ്ടിന്യൂസ് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിറ്റി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതുപോലെ ഒരു സ്ഥലത്തും ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നതെല്ലാം, നിങ്ങൾ വായിക്കുന്നതെല്ലാം പച്ചക്കള്ളവും ഉണ്ടാക്കിയ കാര്യങ്ങളാണ്.
ബീഫ് കഴിച്ചിട്ട് നിങ്ങളൊരു ചോദ്യം ചോദിക്കാം, അദ്ദേഹം മറുപടി പറയട്ടെ. ബീഫ് കഴിച്ചിട്ട് ആരെയും ഒരു സ്ഥലത്തും ബീഫ് കഴിച്ചിട്ട് ഒരു സ്ഥലത്തും ആരെയും തല്ലി കൊന്നിട്ടില്ല. ചോദ്യം BJPയുടെ വക്താവിനോടാണ്. കഴിഞ്ഞ 5 കൊല്ലം നിങ്ങൾ ഭരിച്ചു, വികസനങ്ങൾ ഒത്തിരി അവകാശപ്പെടുന്നുണ്ട്, നിങ്ങൾ പൊതുജനം അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും. പക്ഷേ എന്തുകൊണ്ട് ഈ ഇലക്ഷനിൽ നിങ്ങൾ വർഗീയത മാത്രം മുൻനിർത്തി വോട്ട് ചോദിക്കേണ്ടി വരുന്നു? അത് നിങ്ങളുടെ പരാജയമല്ലേ? ബഹുമാനപ്പെട്ട മോദിജിയുടെ എല്ലാ റാലികളിലും വികസനം മുൻനിർത്തി മാത്രമാണ് വോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഇവൻ കോഴിക്കോടെ പ്രസംഗത്തിൽ പോലും, ഇപ്പോൾ അനുപമ മാഡം പറഞ്ഞത് ശബരിമലയുടെ കാര്യം പറഞ്ഞുവെങ്കിൽ പോലും മുഴുവൻ വികസനങ്ങളും അക്കമിട്ട് പുള്ളി നിർത്തി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ. അതാരും കേൾക്കില്ല. ശബരിമലയെക്കുറിച്ച് പറയാത്ത കേട്ടു. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും വികസനം പറഞ്ഞുകൊണ്ട് തന്നെയാണ് വോട്ട് ചോദിക്കുന്നത്. കേരളത്തിൽ ശബരിമല ഞങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഉള്ള വിഷയമാണ് കേരളത്തിൽ. എനിക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള 3 പേരോടും ഉണ്ട്. 3 രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരോട് 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഒന്ന് കോൺഗ്രസിൻ്റെ വക്താവ് ജിമോനോട്. കോൺഗ്രസ് അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധിയാണ്. ഇദ്ദേഹം അമേഠിയിൽ പരാജയപ്പെടും, അതുകൊണ്ടാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നതെന്നൊരു ശ്രുതിയുണ്ട്. അപ്പോൾ ഈ ആത്മവിശ്വാസം ഇല്ലാത്ത ഒരു വ്യക്തി എങ്ങനെ ഇന്ത്യയെ മുന്നോട്ട് നയിക്കും? ഒന്ന്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് CPM, അതായത് അക്രമ രാഷ്ട്രീയം, CPM നടത്തുന്ന അക്രമം രാഷ്ട്രീയം, അതായത് അക്രമം എല്ലാവരും നടത്തുന്നുണ്ട്, അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന CPM തന്നെയാണ്. അപ്പം CPMൻ്റെ പല കൊലക്കേസുകളിലും പ്രതിയായ ശ്രീ ജയരാജനെ വടകരയിൽ മത്സരിപ്പിക്കുന്നത് നിങ്ങൾ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത്? അക്രമ രാഷ്ട്രീയം അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകുമോ? ഇതാണ് എൻ്റെ CPMൻ്റെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്. മൂന്നാമത്തെ ഹരിയോടാണ് ചോദിക്കാനുള്ളത്. BJP കേരളത്തിൽ പ്രധാനമായിട്ട് വോട്ട് ചോദിക്കുന്നത് ശബരിമല വിഷയം മാത്രം ഉന്നയിച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് മറ്റൊരു വിഷയമില്ലേ ഇവിടെ ഉന്നയിക്കാൻ? ജനങ്ങൾ നേരിടുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഇതൊന്നും എന്തുകൊണ്ട് നിങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ട് ശബരിമല വിഷയം മാത്രം ചോദിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുന്നു? ഈ 2014 ഇലക്ഷനെ നമ്മൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി എത്ര മണ്ഡലത്തിലാണ് മത്സരിച്ചേ? വാരണാസിയിലും മറ്റൊരു മണ്ഡലത്തിലും കൂടെ മത്സരിച്ചേ. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 2 ദേശങ്ങളിൽ മത്സരിച്ചുകൊണ്ട് കുഴപ്പമില്ല, അവർക്ക് എവിടെ വേണമെങ്കിലും മത്സരിക്കാം. രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിലും തെക്കേ ഇന്ത്യയിലും തരംഗങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി അവിടെ ഞങ്ങൾ മത്സരിക്കുന്നു. അതിനുവേണ്ടിയാണ് വയനാട് നമ്മൾ തിരഞ്ഞെടുത്തത്. വിനോദ് അക്രമ രാഷ്ട്രീയങ്ങളെ പറ്റി പറഞ്ഞു. ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിൽ 600-ലധികം പ്രവർത്തകരെ നഷ്ടപ്പെട്ട ഒരു പാർട്ടിയാണ് CPIM. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകരെ നഷ്ടപ്പെട്ട ഒരു പാർട്ടിയാണ് CPIM. അക്രമത്തെ ന്യായീകരിക്കുകയല്ല, ആര് കൊല്ലപ്പെട്ടാലും അത് എതിർക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ RSSകാരൻ കൊല്ലപ്പെട്ടാലും CPIM കൊല്ലപ്പെട്ടാലും കോൺഗ്രസ്സുകാരൻ കൊല്ലപ്പെട്ടാലും അതിനോടൊന്നിനും യോജിപ്പില്ല. അക്രമ രാഷ്ട്രീയത്തിനോട് എന്തായാലും യോജിപ്പില്ല. പി ജയരാജൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട്, P. ജയരാജൻ്റെ ഒരു കൈ TV-യിലെങ്കിലും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിനെ തിരുവോണ നാളിൽ വെട്ടിയെറിഞ്ഞിട്ടതാണ് അവിടെ. അദ്ദേഹം ജീവിതത്തിലേക്ക് 99% മരിച്ചുപോയ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയായിരുന്നു. BJPയുടെ മറുപടി. കേരളത്തിൽ BJP ശബരിമല മാത്രം പറഞ്ഞിട്ടല്ല വോട്ട് നേടുന്നത്. ഇത്രയും വർഷം BJPയുടെ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ പറഞ്ഞു തന്നെയാണ്. അതിൽ പക്ഷേ നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ശബരിമല വിഷയം പറയുന്നു. അത് നമ്മുടെ അഭിമാന പ്രശ്നമാണ്, നമ്മുടെ അടിസ്ഥാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ പറയുന്നു. ഈ നെഹ്റു കുടുംബം അല്ലാതെ നിങ്ങൾക്ക് ഒരാളെ ഉയർത്തി കാണിക്കാനില്ലേ? ഈ രീതി പോയി കഴിഞ്ഞാൽ രാഹുലിന് ശേഷം അവർക്ക് മക്കളില്ല, ഇനിയും കോൺഗ്രസ് തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകാൻ പോകുന്നത്. എന്തിനാണ് ഭയപ്പെടുന്നത്? ആ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചതാണ് ഇവരൊക്കെ. ഇന്ദിരാഗാന്ധി വെറുതെ ആത്മഹത്യ ചെയ്യുകയൊന്നുമല്ലായിരുന്നു ചെയ്തത്. രാജീവ് ഗാന്ധി ആത്മഹത്യ ചെയ്യുകയല്ലായിരുന്നു ചെയ്തത്. ഭീകരവാദികളുടെ വെടിയേറ്റ് മരിക്കുകയായിരുന്നു ചെയ്തത്. അവരുടെ ബോംബിനാൽ അവിടെ തകർന്നു വീഴുകയായിരുന്നു ചെയ്തത്. ഇന്ദിരാഗാന്ധി കൂടെ നിന്ന് ഭടന്മാർ കൊല്ലുകയായിരുന്നു. ഈ രാജ്യത്തിന് വേണ്ടി തൻ്റെ രക്തം ഊറ്റിക്കൊടുത്തവരെ നമ്മൾ എന്താണ് പറയേണ്ടത്? അവരാണ് കോൺഗ്രസ്സുകാർ. അവരുടെ പാരമ്പര്യത്തിൽ വരുന്നവർ വരണം. ഇനി BJPയോടാണ്, ഇതുമായി ബന്ധപ്പെട്ടാണ് 2 വിഷയങ്ങൾ. അതിവിടെ ഉന്നയിക്കപ്പെട്ടില്ല, അതുകൊണ്ടാണ്. ഒന്ന്, ന്യൂനപക്ഷം ഏറ്റവും കൂടുതൽ വരവേൽക്കുന്ന രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നപ്പോൾ ആ റോഡ് ഷോയിൽ ന്യൂനപക്ഷം അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന് BJPയുടെ കീഴിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടോ എന്ന തോന്നലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനുള്ള മറുപടി 2, വയനാട്ടിൽ രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷവും തുഷാർ വെള്ളാപ്പള്ളി റെഡിയായിരുന്നു. ആ സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ BJPക്ക് വേണമെങ്കിൽ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞു.
എന്നിട്ടും BJP അതിന് സന്നദ്ധ. രാഹുൽ ഗാന്ധിയെ പോലുള്ള ദേശീയ നേതാവിനെതിരെ, മോഡിക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിയോഗിക്കെതിരെ എന്തുകൊണ്ട് BJPക്ക് സ്വന്തമായി ഒരു സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ നിർത്താനുള്ള ധൈര്യമുണ്ടായില്ല? ഒരു ദേശീയ നേതാവിനെ നിർത്തേണ്ടതായിരുന്നില്ലേ? വയനാട് ബേസിക്കലി ഒരു UDF മണ്ഡലമാണ്. അവിടെ ഇലക്ഷൻ നേടുന്നത് ശരിക്കും കോൺഗ്രസിൻ്റെ കഴിവ് കൊണ്ടല്ല, മുസ്ലിം ലീഗിൻ്റെ കഴിവ് കൊണ്ടാണ്, മുസ്ലിം ലീഗിൻ്റെ പവർ കൊണ്ടാണ്. അവിടെ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒറ്റ ഉറപ്പ് കൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടെ വന്നിരിക്കുന്നത്. ജയിപ്പിച്ചു തരാം എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ ഇടതുപക്ഷം പോലും മുസ്ലിം ലീഗിനെ വർഗീയ പാർട്ടി എന്ന് വിളിക്കില്ല. അമിത്ഷാ വിളിച്ചു, യോഗി ആദിത്യനാഥ് വിളിച്ചു. മുസ്ലിം ലീഗിനെ കുറിച്ച് എന്തറിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത്? മുസ്ലിം ലീഗ് ശരിയായി വർഗീയ പാർട്ടി തന്നെയാണ്. എവിടെയാണ് മുസ്ലിം ലീഗ് വർഗീയമല്ലാണ്ട് വർക്ക് ചെയ്യുന്നത്? ഒരു അവരുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ പറയുമ്പോൾ സെക്യുലാറിസം എന്ന് പറഞ്ഞുകൊണ്ട് സെക്യുലാറിസം ആവുമോ? അതെ, അത് വർഗീയമല്ലേ? വർഗീയമായിട്ട് പ്രവർത്തിച്ച വർഗീയം എന്ന് പറയണ്ടേ? ഇവിടെ അടുത്ത ചോദ്യത്തിന് മറുപടി. എന്തുകൊണ്ട് BJPക്ക് ഒരു ദേശീയ നേതാവിനെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായി? കഴിഞ്ഞ തവണ അമേഠിയിൽ സ്മൃതി ഇറാനി ഇറക്കിയല്ലോ, അതുപോലെ എന്തുകൊണ്ട് വയനാട്ടിൽ നിർത്തിയില്ല? BJP മത്സരിക്കുന്ന NDA എന്നുള്ള മുന്നണിയോട് കൂടിയിട്ടാണ്. ആ NDA എന്ന മുന്നണിക്ക് BJDS കൊടുത്ത മണ്ഡലമാണ് വയനാട്. അപ്പം BJDSന്റെ ചെയർമാനായ തുഷാർ വെള്ളാപ്പള്ളി തന്നെ ഒരു ദേശീയ നേതാവായ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കാൻ അദ്ദേഹം തയ്യാർ പ്രകടിപ്പിച്ചു. അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ ഒരു ദേശീയ നേതാവിൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് തോന്നി. കേരളത്തിൽ ഞാനൊരു റാന്നിക്കാരനാണ്. ഞങ്ങളുടെ MLA ഞങ്ങളുടെ കളക്ടറോ അറിയാതാണ് ഒരു വെളുപ്പിനെ ഉണർന്നപ്പോൾ ഞങ്ങളുടെ വീട് വസ്തുക്കളെ എല്ലാം വെള്ളത്തിൽ മുങ്ങിയിരുന്നത്. നവകേരളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് നവകേരളം എന്തായി? 10,000 രൂപ കിട്ടാത്ത വീടുകളും ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. നവകേരളം എന്തായി? LDFന്റെ ആളോട് നവകേരള നിർമ്മിതിയിൽ ഇടതുപക്ഷം എന്ത് ചെയ്തു എന്ന് കാണാത്തവർ രാഷ്ട്രീയ അന്ധത ബാധിച്ചവരാണ്. നിങ്ങൾ കണ്ടു കാണില്ല കേരളത്തിൽ തകർന്നു പോയ റോഡുകളും പാലങ്ങളുമൊക്കെ ഇടതുപക്ഷം പണിഞ്ഞത്. നിങ്ങൾ കണ്ടു കാണില്ല കെയർ ഹോം പദ്ധതി പ്രകാരം സഹകരണ വകുപ്പിൻ്റെ സഹകരണത്തോടു കൂടി വീടുകളുടെ പണി ആരംഭിച്ചത്. നിങ്ങൾ കണ്ടു കാണില്ല കുടുംബശ്രീ വഴി വീട്ടുപകരണങ്ങൾ മേടിക്കാൻ വേണ്ടി പ്രളയത്തിലകപ്പെട്ടവർക്ക് പലിശരഹിത വായ്പ കൊടുത്തത് നിങ്ങൾ കണ്ടു കാണില്ല. നിങ്ങൾ കണ്ടു കാണില്ല കൃഷി വകുപ്പിൻ്റെ സഹായത്തോടു കൂടി ആലപ്പുഴയിലെ പുഞ്ചയിൽ കൃഷി ഇറക്കി അവിടെ വിളവെടുപ്പ് നടന്നത് നിങ്ങൾ കണ്ടു കാണില്ല. ജീമോനോടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ വികസനത്തിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ബാബറി മസ്ജിദ് പൊളിച്ച കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോൾ അത് പൊളിറ്റിക്സിൽ പറയാം. ബാബറി മസ്ജിദിന് ശിലാന്യാസം നടത്തിയത് ആരാണ്? അന്നത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ബാബറി മസ്ജിദ് നടന്നത് നരസിംഹറാവിന്റെ കാലത്ത്. അന്ന് കല്യാൺ സിംഗ് ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. ആയിരുന്നു കല്യാൺ സിംഗ് ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി. അവിടുത്തെ ചരിത്രമെല്ലാം പഠിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. കല്യാൺ സിംഗ് അവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അവിടെയാണ് അവരായിരുന്നു ശ്രദ്ധിക്കേണ്ടത്. 3 മുന്നണികളുടെ പ്രതിനിധികളോടും അവരുടെ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയാനായി അവസരമുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് ഈ ചർച്ച അവസാനിക്കാം. വളരെ ചുരുക്കത്തിൽ 2004 മുതൽ 14 വരെ ഭരിച്ച UPA ഗവൺമെന്റ് കൊണ്ടുവന്ന ദേശീയ തൊഴിലുറപ്പ് പദ്ധതി, വിവരാവകാശ നിയമം തുടങ്ങി ജനത്തിന് ജനോപകാരപ്രദമായ പദ്ധതികൾ അവതരിപ്പിച്ച UPA ഈ വർഷം കൊണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രൊജക്ട് അത്രേ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് മിനിമം വേതന പദ്ധതി അഥവാ ന്യൂനതം ആയ് യോജന. ഒരു കുടുംബത്തിന് ഏറ്റവും കുറഞ്ഞത് 72,000 രൂപ, ഒരു മാസം 6,000 രൂപ കിട്ടത്തക്കവണ്ണമുള്ള രാജ്യത്തെ 20 കോടി കുടുംബങ്ങൾക്ക് പ്രയോജനകരമായ വിധത്തിലുള്ള ഒരു പദ്ധതി അവതരിപ്പിക്കുകയും 6 സ്റ്റേജുകളിലായി GST ഇപ്പോൾ എടുത്തുകൊണ്ട് ഒരു കൺട്രോളുമില്ലാതെ GST മൂലം വലിയുന്നതായ ഒരു വിഭാഗം ആളുകൾ ഇവിടെയുണ്ട്. അത് ഒരു വിധത്തിൽ ഒരേ റേറ്റിൽ കൊണ്ടുവന്നു GST കൊണ്ടുവന്നുകൊണ്ട് ഇതുപോലെയുള്ള പരിപാടികൾ, നൂതന പദ്ധതികൾ കൊണ്ടുവരുന്ന ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 543 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന ആ കോൺഗ്രസ് അനുഭാവ സംഘടനകളുടെ പാർട്ടികളെ വിജയിപ്പിക്കണമെന്ന്, ഇന്ത്യ മഹാരാജ്യത്തു നിന്നും BJP എന്ന ദുരന്തത്തെ മാറ്റുവാൻ അതേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടും എല്ലാ സംസ്ഥാനങ്ങളിലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മതത്തിൻ്റെ പേരിലും ഭാഷയുടെ പേരിലും ഭക്ഷണത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും മനുഷ്യനെ വിവിധ ചേരികളിൽ ആക്കുന്നവർക്കായിരിക്കരുത് നിങ്ങളുടെ വോട്ട്. പട്ടി എല്ലിയും കഷ്ണം കാണുമ്പോൾ മണപ്പിച്ചു പോകുന്നത് പോലെ പണച്ചാക്ക് കാണുമ്പോൾ മണപ്പിച്ചു പോകുന്ന കോൺഗ്രസ്സുകാർക്കും ആവരുത് നിങ്ങളുടെ വോട്ട്. നമ്മൾ ജയിപ്പിച്ചു വിടുന്ന MP മാരെ നമ്മൾക്ക് റിസോർട്ടിൽ പൂട്ടിയിടേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്.
നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് തിരിച്ചറിവുണ്ടാകുന്നത്. തിരിച്ചറിവിൽ നിന്നാണ് നമുക്ക് നിലപാടുകൾ ഉണ്ടാകുന്നത്. നിലപാടുകളിൽ നിന്നാണ് നമുക്ക് രാഷ്ട്രീയം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ ക്രൂഷ്യലായ തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചറിവും നിലപാടും രാഷ്ട്രീയവും രൂപപ്പെട്ടു വന്നില്ലെങ്കിൽ നമ്മൾ അത് തിരിച്ചു കൊടുക്കേണ്ടെന്ന വില ഇന്ത്യയെ തന്നെ കുരുതി കൊടുക്കുകയായിരിക്കും. അതുകൊണ്ട് എല്ലാവരും മതനിരപേക്ഷ കക്ഷികൾക്ക് വോട്ട് ചെയ്യുക. ശ്രീ ഹരി ശിവരാമൻ. 2014 മുതൽ 2019 വരെ ഈ 60 മാസക്കാലം നമ്മളെല്ലാം കണ്ട ഈ വികസനം, സർവ്വ മേഖലയിലുള്ള വികസനത്തിന് ഒരു കണ്ടിന്യൂറ്റി 5 വർഷം കൊണ്ടൊരു ഒരു രാജ്യത്തിൻ്റെ ഭാരതം പോലെയുള്ള വലിയ രാഷ്ട്രത്തിനെ അടിമുടി മാറ്റാൻ പ്രയാസമായിരിക്കും. പക്ഷേ അതിനുള്ള തുടക്കം കുറിച്ച് അതിനുള്ള അടിസ്ഥാന ശിലകൾ പാകിയ ആ അടിസ്ഥാന ശിലകൾക്ക് മുകളിൽ വലിയൊരു ഭാരതം, പരം വൈഭവം നേതുമേതൽ സ്വരാഷ്ട്രം എന്നുള്ള ആ സ്വന്തം നമ്മുടെ ആ ഭാരതത്തെ പരം വൈഭവത്തിൽ എത്തിക്കാനുള്ള മാർഗത്തിന് വീണ്ടും മുൻപോട്ട് അടുത്ത 5 വർഷം കൂടെ കൊടുത്ത് നമ്മുടെ MP-മാരെ, കേരളത്തിൽ നിന്നുള്ള MP-മാരെ സെലക്ട് ചെയ്ത് നമ്മുടെ വികാസത്തിനും വികസനത്തിനും രാഷ്ട്രത്തിനും വേണ്ടി മോദി സർക്കാരിന് അബ്കി ബാർ മോദി സർക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ വോട്ടും, നമ്മുടെ ബന്ധുക്കളുടെ വോട്ടും, നമ്മുടെ നാട്ടുകാരുടെ വോട്ടും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദമായ പ്രവാസികളുടെ ശബ്ദമാണ് ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയ്ക്ക് സജീവമായ ചർച്ചയിൽ നമുക്ക് കാണാനായത്. ഇവിടെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ആർക്ക് വോട്ട് ചെയ്യും, എങ്ങനെ ഇന്ത്യയെ വിജയിപ്പിക്കും, എങ്ങനെ മെയ് മാസത്തിൽ ഏത് സർക്കാരാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്, പലയിടത്തും ഫോട്ടോ ഫിനിഷിലേക്ക് നീങ്ങുന്ന ഈ കാര്യങ്ങളിൽ എനിക്ക് ഉറപ്പാണ് നമ്മളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഈ ഫലത്തിനായി. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായി ഇവിടെ എത്തിയ ശ്രീ ജീമോൻ റാന്നി, ശ്രീ അക്കൂസി കോശി, ശ്രീ ഹരി ശിവരാമൻ, 3 പേർക്കും ഒപ്പം സജീവമായി ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയ ഹ്യൂസ്റ്റണിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ നേതാക്കന്മാർ, ഹ്യൂസ്റ്റണിലെ മലയാളി വോട്ടർമാരുടെ ബന്ധുക്കൾ, എല്ലാവർക്കും വളരെ നന്ദി. ഇൻഡോ അമേരിക്കൻ പ്രസ് ക്ലബും റിപ്പോർട്ടർ ടിവിയും സംയുക്തമായി നടത്തുന്ന ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി എത്തിയവർക്ക് നന്ദി. നമുക്കിനി തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കാം.